രണ്ടാമത് സംഗമത്തിൻ്റെ പ്രാർത്ഥന. ഒന്നാമത്തെ സംഘം പരിശുകാളിക്കാവുന്നത്, രണ്ടാമത്തെ സംഗമം കുഞ്ഞുമുള്ള കാളിക്ക്. എന്നാൽ ഒന്നാമത്തെ സംഗമത്തിന് 1000-ലധികം ആളുകൾ സംബന്ധിക്കുന്നതാണ്. ഇന്ന് രണ്ടാമത്തെ സംഗമത്തിന് അത്രയൊന്നും കാണുന്നില്ല. എന്നാൽ ഒരു സത്യം പറഞ്ഞാൽ 11 മക്കളിൽ 9 പേരുടെ മക്കൾ, അവരുടെ മക്കൾ, അവരുടെ മരുമക്കൾ, അവരുടെ ചെറുമക്കൾ എല്ലാം കൂടി ഒന്ന് പല ദേശങ്ങളിലായി ഉള്ളത് നോക്കിയാൽ 3000-ലധികം ആളുകളുള്ള. എന്നാൽ എല്ലാവർക്കും വരാൻ കഴിയുന്നില്ല. വന്നവർക്ക് നമ്മുടെ ആ വന്ധ്യപിതാവിൻ്റെ ആ ഓർമ്മ പുതുക്കൽ നമുക്ക് ഇന്ന് ഇവിടെ നടത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിൻ്റെയും അധികാരമുള്ള സ്വർഗീയമായ പിതാവേ, സക്കറിയാസുവേദ എന്ന പേര് പറഞ്ഞ വ്യക്തിയുടെ കുടുംബാംഗങ്ങളും മക്കളും ചെറുമക്കളും മരുമക്കളും എല്ലാവരും അങ്ങേ ഓർമ്മ പുതുക്കുവാൻ ഈ പുണ്യമുടകളിൽ വന്നിരിക്കാം. ഞങ്ങളെ അവിടെയായി ദൈവം പരിപാലിക്കുന്നു. ദൈവത്തെ കൂടാതെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തെ വരാത്തവരെയും എത്രയും വേഗം കൂട്ടിച്ചേർക്കണമേ. ഞങ്ങൾ ഇന്നിവിടെ ചെലവഴിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നടത്തുമാറാകണം. വന്നവരെയും വരാത്തവരെയും ഒരുപോലെ അയക്കണേ. എൻ്റെ വലിയപ്പൻ്റെ മക്കളായി വന്നിരിക്കുന്ന ജാതകപ്പുകൾ, ഈ എറണാകുളത്ത് വന്നിരിക്കുന്ന കുട്ടഞ്ചേട്ടൻ്റെ ഭാര്യ, അവരെയൊക്കെ എടുത്തു പറയേണ്ടതുണ്ട്. ലീലയുടെ മക്കൾ, ചെല്ലമ്മയുടെ മക്കൾ, എല്ലാവരെയും ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ആരംഭിക്കാം. എൻ്റെ പിതാവ് അവസാനിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ പ്രാർത്ഥനയുടെ തരങ്ങൾ പറയണം. നല്ല പിതാവേ, ആമേൻ. Every morning as the day began, I thank the Lord for all He has done. Every evening as I need to pray, I thank the Lord for another day. Thank you for the sun, my Lord. Thank you for the moon. Thank you for the days and nights, the mornings and afternoon. Every morning and the days begun, I thank the Lord for all He has done. Every evening as I need to pray, I thank the Lord for another day. Thank you for the water's love. Thank you for the rain. Thank you for the water's love. Rain comes off the road. Thank you for the river's love. Fishes are swim around. Every morning and the days begun, I thank the Lord for all He has done. കഴിഞ്ഞ സ്നേഹസമാപനത്തിന് ശേഷം നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ ബന്ധുക്കളെ അനുസ്മരിക്കേണ്ട സമയമാണിത്. അനുസ്മരണ സന്ദേശം അവതരിപ്പിക്കുന്നതിനായി ശ്രീ ഷൈജു കുഞ്ഞപ്പെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത്യന്തം ആഹ്ലാദജനകമായൊരു കൂട്ടായ്മയുടെ മധ്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഉത്സവച്ചായുള്ള കുടുംബസംഗമത്തിൻ്റെയും മഹത്തായ 2ാം എഡിഷൻ വളരെയധികം ആഹ്ലാദത്തിലായി നമ്മൾ ഇരിക്കുമ്പോഴും ചില കുടുംബാംഗങ്ങളുടെ വിയോഗം നമ്മളിൽ ദുഃഖത്തിൻ്റെ കരുതൽ വീഴുകയാണ്. ഈ കഴിഞ്ഞ കുടുംബസംഗമത്തിനുമിടയ്ക്ക് മരണപ്പെട്ടു പോയ ചില പ്രിയ കുടുംബാംഗങ്ങളെ സ്മരിക്കുക നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതിൽ ഒന്നാമതായി മഹാനായ നമ്മുടെ കുടുംബസ്ഥാപകൻ സക്കറിയ സഫീറ ദമ്പതികളുടെ
ആദ്യത്തെ പുത്രനായ ജോഷുവ അന്നമുത്തു ദമ്പതികളുടെ മകൻ തോമസ് ജോഷുവ റോസ്ലി ദമ്പതികളുടെ മകളായ റോസ്മേരി മാർച്ച് 27 കഴിഞ്ഞ വർഷം ഈ വർഷം മാർച്ച് 27 മരണപ്പെട്ടു. 87 വയസ്സായിരുന്നു. നമ്മുടെ കുടുംബസംഗമത്തിൻ്റെ കഴിഞ്ഞ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാലും നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ഔത്സുക്യം അവർ കാണിച്ചിരുന്നു. എപ്പോഴും അതിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി അവർ ആരായുമായിരുന്നു. ഏപ്രിൽ മാസം നടന്ന പ്രസ് ക്ലബിൽ വെച്ച് നടന്ന നമ്മുടെ ട്രസ്റ്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് പങ്കെടുക്കാനിരിക്കുകയായിരുന്നു അവരുടെ വിചാരിതമായിരുന്നു. അടുത്തതായി പ്രിയങ്കരനായ സഫീറ ദമ്പതികളുടെ 7ാമത്തെ മകൻ ജോവൽ ലില്ലി ദമ്പതികളുടെ ആദ്യത്തെ പുത്രൻ ടൈറ്റസ് കമലം ദമ്പതികളുടെ ആദ്യത്തെ മകളായ അനിത മോഹൻ്റെ പ്രിയങ്കരനായ ഭർത്താവ് ശ്രീ CP ചന്ദ്രമോഹനൻ ഈ കഴിഞ്ഞ മെയ് 22 നമ്മെ വിട്ടിരുന്നു. അദ്ദേഹം KSRTC വിരമിച്ച് വിശ്രമജീവിതം നയിക്കുകയായിരുന്നു. മരിക്കുമ്പോൾ 61 വയസ്സ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുടുംബസംഗമത്തിന് അദ്ദേഹം വളരെയധികം ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിൽ പങ്കെടുത്തിരുന്നു. എന്നിരുന്നാലും ഉച്ചയ്ക്ക് വളരെയധികം ശരീര അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് തിരികെ പോകേണ്ടി വന്നു. നമ്മുടെ പ്രവർത്തനങ്ങളിൽ വളരെയധികം അദ്ദേഹം സഹകരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ട് മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണം നമ്മുടെ കുടുംബ സംഗമ പ്രസ്ഥാനത്തിന് വലിയൊരു വിയോഗം തന്നെയാണ്. ഈ 2 പ്രിയ കുടുംബാംഗങ്ങളുടെ മരണം നമ്മുടെ കുടുംബത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം വളരെ വലുതാണ്. അവരുടെ വിയോഗത്തിൽ നമ്മൾ വളരെയധികം വ്യസനിക്കുന്നു. അവരോടുള്ള ആദര സൂചകമായി നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥന നിലനിൽക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേൽക്കാം. പ്രിയമുള്ള കണ്ണൻകുഴി കുടുംബാംഗങ്ങളെ, നമ്മുടെ ഈ കൂട്ടായ്മയുടെ 2ാമത്തെ എഡിഷനാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് ആണ് കുടുംബം. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്നതാണ് പല കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് വളരെ ഇമ്പമാർന്ന രൂപത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു ഇഴയെടുപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന, ഒരു ജൈവപരമായ ഒരു ഇഴയെടുപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കണ്ണൻകുഴി കുടുംബാംഗങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. എങ്കിലും കഴിഞ്ഞ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത അത്രയും പേര് ഇവിടെ പങ്കെടുത്തിട്ടുണ്ടോ എന്നൊരു ചെറിയൊരു സംശയം. പുതിയ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവരും എത്തിച്ചേർന്നിട്ടില്ല. എല്ലാവരും നമുക്കറിയാം, നമുക്കെല്ലാം 10 മണി എന്ന് പറഞ്ഞാൽ 12 മണിയാണ് നമ്മുടെ എല്ലാം വാച്ചിൻ്റെ സമയം. അതുകൊണ്ടായിരിക്കും എല്ലാവരും എത്തിച്ചേരാൻ വൈകുന്നതെന്നാണ് തോന്നുന്നത്. തീർച്ചയായും എല്ലാവരും കഴിഞ്ഞ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവരും കൂടി എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ആഹ്ലാദകരമായ ഒരു കൂടിച്ചേരലായി തീരും. ഒരു ഇമ്പമാർന്ന ഒരു സ്വരം ഇതിൽ നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിക്കിടന്ന കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ഒരു 7-8 വർഷത്തെ ഒരു ശ്രമഫലമായിട്ടാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഒത്തുചേരാൻ വേണ്ടി കഴിഞ്ഞത്. അന്തരിച്ച ബഹുമാന്യനായ ശ്രീ KJ രാജുവിൻ്റെ വസതിയിൽ വെച്ച് കൂടിയ ഒരു യോഗത്തിൽ വെച്ചാണ്, അത് വർഷങ്ങൾക്ക് മുമ്പ് വെച്ച് കൂടിയ ഒരു യോഗത്തിൽ വെച്ചാണ് ഇത്തരം ആശയം രൂപപ്പെട്ടത്. ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 1ാമത്തെ കുടുംബസംഗമം കഴിഞ്ഞ ദീപാവലി ദിനത്തിൽ കാക്കാമുര വെച്ച് നടത്താൻ വേണ്ടി കഴിയും. അതിനുശേഷം നിരവധി വീടുകളിൽ സന്ദർശനം നടത്തുവാനും ആ വീടുകളുമായി ഒരു ബന്ധമുണ്ടാക്കിയെടുത്തുകൊണ്ട് അവരെ കൂടി നമ്മളുമായി അടുപ്പിക്കുവാനുള്ള ഒരു പ്രവർത്തനം ഇതിൻ്റെ സംഘാടകർ ചെയ്തിരുന്നു. അത് പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാവരുടെയും തിരക്കുകളും അതോടൊപ്പം തന്നെ മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം മാസത്തിൽ
ഒരു ദിവസം മാത്രം ഏതെങ്കിലും കുടുംബത്തിൽ പോവുകയും അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഇനി അത് കുറേ കൂടി നമുക്ക് ഇനിയും എത്തിച്ചേരാൻ കഴിയുന്ന നിരവധി കുടുംബങ്ങൾ, എത്തിച്ചേരേണ്ട നിരവധി കുടുംബങ്ങൾ നമ്മുടെ കണ്ണമ്പുഴി കുടുംബത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഈ കുടുംബ സംഗമത്തിൻ്റെ ഊർജ്ജം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും കുടുംബങ്ങളിൽ എത്തിച്ചേരാൻ അവരെ കൂടി നമ്മൾ ഇതിൽ പങ്കാളികളാക്കാനുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഇതിൻ്റെ ഭാഗമായി ഇന്ന് കൂടുന്ന ഈ യോഗത്തിൽ വെച്ച് നമ്മൾ തീരുമാനിച്ച് നമ്മൾ കണ്ടെത്തണം. എറണാകുളത്തും അതുപോലെ പല പ്രദേശങ്ങളിലുള്ള ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇനിയും കഴിഞ്ഞ തവണ എത്തിയ ആൾക്കാരിൽ പലരും ഇനിയും എത്താനുണ്ട്. അവരെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ വലിയ ബുദ്ധിമുട്ട് എന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യവും സംസ്ഥാനവും ഒക്കെ കടന്നു പോകുന്നത്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി മുന്നോട്ട് പോകണമെങ്കിൽ വളരെ അടിയുറച്ച വിശ്വാസവും അതോടൊപ്പം തന്നെ അടുത്ത തലമുറയ്ക്ക് ആവശ്യമായ നല്ലൊരു മാർഗദർശനവും നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കുടുംബത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളൂ. നമ്മുടെ ഈ സമൂഹം വളരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് ലഭിച്ചിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ഉന്നതമായ അടിയുറച്ച വിശ്വാസവുമാണ്. അത് രണ്ടും കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത തലമുറയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരെ കൈപിടിച്ചു വെക്കുന്നതിനും പ്രാപ്തരാക്കുന്നതിനും ഒക്കെ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ആ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ഇന്നത്തെ കുടുംബ സംഗമത്തിൽ അതിനാവശ്യമായ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതോടൊപ്പം തന്നെ ഇനിയും വരാനുള്ള കുടുംബങ്ങളെ ഈ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഒക്കെ ഉണ്ടാകണം എന്നാണ് ഇതിൻ്റെ ഒരു സംഘാടക പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളെന്ന രൂപത്തിൽ എനിക്ക് പറയുവാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഔപചാരികമായ ഒരു സ്വാഗതം മാത്രമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഇതിൻ്റെ സംഘാടകരാണ്. അപ്പോൾ പരസ്പരം അങ്ങനെ സ്വാഗതം പറയേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഔപചാരികമായി നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന രണ്ടുപേർ, ഇപ്പോൾ ജീവിച്ചിട്ടുള്ള രണ്ടുപേരാണ്, ചെല്ലപ്പൂ പാപ്പനും അതോടെ യാക്കോബ് പാപ്പനും. അവർ രണ്ടുപേരും വേദിയിലുണ്ട്. അവരെ ഔപചാരികമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രാവിലെ 9 മണിക്ക് തന്നെ എത്തണമെന്ന് പറഞ്ഞപ്പോൾ 9 മണിക്ക് തന്നെ എത്തിച്ചേർന്ന നിരവധി കുടുംബങ്ങളുണ്ട്. അവരെ ഉൾപ്പെടെ താമസിക്കുന്ന കുടുംബങ്ങളും ഇനി വരാനിരിക്കുന്ന കുടുംബങ്ങളിൽ എല്ലാവരെയും ഒരുമിച്ച് തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം ബഹുമാന്യനും സ്നേഹം നിറഞ്ഞവരുമായ എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ, വേദിയിൽ ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കുടുംബത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന മുതിർന്ന അംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദര സഹോദരങ്ങളെ, കൊച്ചുമക്കളെ, ഈ സുദിനത്തിൽ നമുക്കെല്ലാവർക്കും തന്നെ ഇവിടെ ആയിരിക്കുവാൻ തക്കവണ്ണം ഇടയായത് നമ്മുടെ പൂർവ്വ പിതാക്കളായ സഖറിയ സഫീറ ദമ്പതികളുടെ ആ ഒരൊറ്റ രക്ത ബന്ധത്തിൻ്റെ പേരിലാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് എത്രത്തോളം വിജയകരമാക്കി തീർക്കാമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. എങ്കിലും കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും അത് വിജയമാക്കി തീർക്കുകയും ചെയ്തു. തുടർന്നുള്ള ആവശ്യപ്രകാരമാണ് നമുക്ക് രണ്ടാമത് സംഗമത്തിന് വേദി ഒരുക്കിയത്. ഞാൻ കൂടുതലായി സംസാരിച്ച സമയങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ചെറിയ ഉപമ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കാം. അതായത്, ഒരു പടർന്ന് പന്തലിച്ച ഒരു വൃക്ഷം, ആ വൃക്ഷത്തിന് നിലനിൽക്കണമെങ്കിൽ അതിന് ശക്തമായ വേരോട്ടം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിന് ശാഖകൾ വിടർത്തി വിഹായസിൽ നിന്ന് നിൽക്കുന്നതിന് ശേഷിയുണ്ടാകും. അതിന് ആവശ്യമായ ആഹാരവും വെള്ളവും ഈ ഭൂമിയിൽ നിന്ന് വലിച്ചെടുത്ത് ഇതിൻ്റെ ഉയരങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇലകളിൽ പാകം ചെയ്യുന്ന ആഹാരം ഈ വൃക്ഷത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്, എങ്കിൽ മാത്രമേ ആ വൃക്ഷത്തിന് നിലനിൽക്കൂ. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, സക്കീറ സഫീറ ദമ്പതികൾ എന്ന തായ് പേരിലൂടെ അവരുടെ മക്കളായ ജോഷഫ് പാസ്റ്റർ തുടങ്ങി 11 മക്കളിലൂടെ
വേദികളിലൂടെ അവരുടെ മൂന്നാം തലമുറയിലായ നമ്മളെ കാണുന്ന ഇവരിലൂടെ കഴിയിലൂടെ ഞങ്ങളാകുന്ന ശാഖകളിലൂടെ ഞങ്ങളുടെ മക്കളാകുന്ന ചെറു ജില്ലകളിലൂടെ അവരുടെ ചെറുകുട്ടികളായ മക്കളായ ഇപ്പോൾ വളരെ ചെറുപ്രായമായിരിക്കുന്ന കുഞ്ഞുങ്ങളായ ഇലകളിലൂടെ കണ്ണൻകുഴി സക്കറിയ സഫീറ ദമ്പതികൾ ആരംഭിച്ച കുടുംബം അത് ഒരു വടവൃക്ഷമായി തന്നെ ഇന്ന് നിലനിൽക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ വേരുകൾ നമുക്ക് കാട്ടിക്കുന്ന നന്മയും സഹനവും സഹകരണവും അത് നമ്മൾ മനസ്സിൽ പിടിച്ചുകൊണ്ട് അവരുടെ ആ നല്ല ചെയ്തികളെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് പരസ്പര സ്നേഹത്തോടെയും ഒരു പിതാവിൽ നിന്നുള്ള മക്കളെന്നുള്ള നമ്മൾ ഏകോദര സഹോദരങ്ങളായി വരും ദിവസങ്ങളിലും നമ്മളെല്ലാവരും ഒന്നിച്ച് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ വൃക്ഷത്തിൻ്റെ തളിർ ഇലകളായിരിക്കുന്ന അവർക്ക് ഈ തായ്ക്കനിയോടും ശാഖയോടും വേരിനോടുമുള്ള ബന്ധം അത് നമ്മൾ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും കൂടുതൽ ശക്തിയോട് കൂടി തന്നെ അവർ ഈ കാര്യങ്ങളിലേക്ക് വരേണ്ടതും ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ വൃക്ഷത്തിൻ്റെ നിലനിൽപ്പിന് ഇങ്ങനെ നമ്മുടെ ഒരു യാത്ര മതിയാകില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഒരു ട്രസ്റ്റ് എന്ന സംരംഭത്തിന് ആഗ്രഹം പ്രകടിപ്പിച്ചത്. നിർഭാഗ്യവശാൽ നമുക്ക് ഇതുവരെ ഒരു ട്രസ്റ്റ് എന്നുള്ള സങ്കല്പത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കുടുംബത്തിൽ തന്നെ സഹായം ആവശ്യമുള്ളവരുണ്ടാകാം, സന്ദർശനങ്ങൾ ആവശ്യമുള്ളവരുണ്ട്. അപ്പോൾ പലവിധ മുന്നേറ്റങ്ങളും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് ട്രസ്റ്റിന് വേണ്ടി ഉള്ള ശ്രമത്തിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള ഐക്യവും സമാധാനവും സംരക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട്. അത് വരും വർഷങ്ങളിലും നമുക്ക് ഇതേപോലുള്ള സംരംഭങ്ങളിലൂടെ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഇവിടെ കൂടി വന്ന നിങ്ങളുടെ എല്ലാവരെയും മുഖങ്ങൾ എൻ്റെ മനസ്സിൽ സന്തോഷം വളർത്തുന്നു. നിങ്ങളുടെ എല്ലാവരെയും വരും വർഷങ്ങളിലും ഇതുപോലുള്ള കൂട്ടായ്മ സംഘടിക്കുവാൻ തക്കണം നിങ്ങളുടെ ഓരോ ഇതിൻ്റെ ഭാഗത്തു നിന്നും അതിന് വേണ്ടുന്ന നീക്കം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതലായി ഞാൻ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കും. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സെക്രട്ടറി ബിന്നി കെ ദാസനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ കണ്ണൻകുഴി കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ, ഇളമുറക്കാരെ, കണ്ണൻകുഴി സഖറിയ സഫീറ നമ്മുടെ വന്യപിതാക്കളുടെ ഇളതലമുറക്കാരായ നാം നിരവധി വർഷങ്ങൾക്ക് ശേഷം പരസ്പരം അറിയുന്നതിനും പരിചയപ്പെടുത്തുന്നതിനുമായാണ് നാം ഈ കുടുംബസംഗമം ക്രമീകരിച്ചിരിക്കുന്നത്. അത് രണ്ടാമത്തെ വർഷത്തിലേക്ക്, രണ്ടാമത്തെ പ്രാവശ്യത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം നമുക്ക് പരിമിതമായ സാഹചര്യങ്ങൾ, പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് നമുക്കുണ്ടാകുന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചു. അതിനെപ്പറ്റിയുള്ളൊരു ചെറു വിവരണം ഞാൻ അവതരിപ്പിച്ചു കൊള്ളട്ടെ. കുടുംബ ബന്ധങ്ങൾ തകരാതെ കാത്തു സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കണ്ണൻകുഴി കുടുംബാംഗങ്ങളിൽ ചിലർ ചേർന്ന് പങ്കുവെച്ച ആശയമാണ് കുടുംബസംഗമം. ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന വർത്തമാന സാഹചര്യത്തിൽ ബന്ധങ്ങളുടെ പ്രസക്തി പുതുതലമുറകൾക്ക് പകരാനും ലോകമാകമാനം വ്യാപിച്ചു കിടക്കുന്ന കണ്ണൻകുഴി കുടുംബാംഗങ്ങളുടെ പരസ്പര സഹകരണത്തിനും സ്നേഹത്തിനും വേദി ഒരുക്കാനുമാണ് കുടുംബസംഗമം പ്രഥമമായി ലക്ഷ്യമിടുന്നത്. ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2014 ഒക്ടോബർ 22 ദീപാവലി ദിനത്തിൽ കാക്കാമൂല CSI ഓഡിറ്റോറിയത്തിൽ ആദ്യ കുടുംബസംഗമം നടത്താൻ തീരുമാനിച്ചു. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ അഭാവം കാരണം
എല്ലാ കുടുംബാംഗങ്ങളെയും അറിയിക്കാനും കണ്ടെത്താനും നമുക്ക് വിഷമം നേരിട്ടു എങ്കിലും അറിയാവുന്ന കുടുംബങ്ങളെ അറിയിക്കാൻ പരമാവധി ശ്രമിച്ചു. നേരിട്ടും ഫോണിലൂടെയും ക്ഷണക്കത്ത് മുഖേനയും ലഭ്യമായ വിലാസങ്ങളിലും ഫോൺ നമ്പറുകളിലും അറിയിച്ചതിനെ തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏകദേശം 200ഓളം പേർ സംഗമവേദിയിൽ എത്തിച്ചേർന്നു. ഈ ഐക്യതയും കുടുംബസ്നേഹവും തുടർന്ന് സാധ്യമാക്കിയാൽ നമ്മിൽ വിവിധ തരത്തിൽ ആവശ്യകതയിലായിരിക്കുന്നവർക്ക് ഒരു കൈ ആശ്വാസമെങ്കിലും നമ്മെ കൊണ്ടാകുന്ന തരത്തിൽ ചെയ്യുവാൻ കഴിയും എന്നതിൽ സംശയമില്ല എന്ന് ആ കുടുംബ സംഗമം വിളിച്ചു പറഞ്ഞു. അന്നേ ദിവസം നടന്ന പ്രോഗ്രാമിൽ രക്ഷാധികാരി സർവശ്രീ ധർമ്മദാസ് അവർകൾ പ്രാർത്ഥിച്ച് സംഗമം ആരംഭിച്ചു. അന്ന് നടന്ന പ്രധാന പരിപാടികൾ മുതിർന്ന കണ്ണൻകുഴി അംഗങ്ങളെ ആദരിക്കൽ. അന്നേ ദിവസം നടന്ന ചടങ്ങിൽ 70 വയസ്സും അതിന്മേൽ പ്രായമുള്ളവരുമായ കുടുംബാംഗങ്ങളെ ഷാൾ അണിയിച്ചും മിമന്റോയും പൂക്കളും നൽകി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അവർ അനേകർ കടന്നു വരികയും സമ്മാനങ്ങൾ സ്വീകരിക്കുകയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. തങ്ങളുടെ ആരോഗ്യ അവസ്ഥകൾ കണക്കിടാതെ സംഗമവേദിയിൽ കടന്നു വന്ന നമ്മുടെ മുതിർന്ന അംഗങ്ങൾക്ക് ഈ സമയം ഹൃദയംഗമായ നന്ദി അർപ്പിച്ചുകൊള്ളും. അന്ന് കടന്നു വന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ചേർത്ത് നിർത്തി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും ചെയ്തു. കണ്ണൻകുഴി കുടുംബത്തിലെ ഒരു വിലപ്പെട്ട ചരിത്ര മുഹൂർത്തമായിരുന്നു അത്. അതിന്റെ ചില കോപ്പികൾ അല്പസമയത്തിന് ശേഷം നിങ്ങൾക്ക് ലഭ്യമാണ്, വിലയ്ക്ക് ലഭ്യമാണ്. സ്നേഹസദ്യ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കുകയും സ്നേഹം പങ്കിടുകയും ചെയ്തു. ഇത് കുടുംബ ചരിത്രത്തിന്റെ ഒരു വലിയ ഭാഗമാണ്. ഭക്ഷണശേഷം കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാവാസനകൾ പ്രകടിപ്പിക്കാനും ആസ്വദിക്കാനും സമയം വേർതിരിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളിലെ വിവിധ കലാവാസനകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഇത്. നമ്മുടെ അറിവിൽപ്പെടാതെ പോയത് കാരണം ചില കുടുംബാംഗങ്ങളെ കുടുംബസംഗമം കഴിഞ്ഞ വർഷം അറിയിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരിൽ ഭൂരിഭാഗം പേരും ഇന്ന് ഈ വേദിയിൽ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യും. ഇനിയും ചില അംഗങ്ങളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അറിവിൽ പെട്ട ബന്ധുക്കളെ ഈ സംഗമവേദിയിൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരുമായി ഷെയർ ചെയ്യുകയും നമുക്ക് അവരെ കണ്ടെത്തുകയും ഈ സംഗമത്തിന്റെ ഭാഗമാക്കി അവരെ തീർക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രമവും മനഃപൂർവമായ ശ്രമം ശ്രദ്ധയോടെ ക്ഷണിക്കുന്നു. ഒന്നാം കുടുംബ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ 2015 ഏപ്രിൽ 12-ാം തീയതി ഞായറാഴ്ച 3 മണിക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തു. അതിന്റെ വിശദ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് അത് ലഭ്യമാണ്. ട്രസ്റ്റ് രൂപീകരണ യോഗം 2015 ഏപ്രിൽ മാസം 12-ന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് ഫാമിലി ട്രസ്റ്റ് രൂപീകരണത്തെ പറ്റി ചർച്ച നടന്നു. കുടുംബാംഗങ്ങൾക്ക് കുടുംബത്തിൽ നിന്നും സർക്കാർ തലത്തിൽ നിന്നും ന്യായമായി ലഭിക്കാവുന്ന സഹായങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് ആവശ്യമായ നിയമാവലി തയ്യാറാക്കാൻ തീരുമാനിച്ചു. തുടർന്ന് അതിന്റെ രജിസ്ട്രേഷൻ ചെലവുകൾക്കായി ഏകദേശം 50,000 രൂപ പ്രതീക്ഷിക്കുന്നു. ഈ തുക താല്പര്യമുള്ള കുടുംബാംഗങ്ങളിൽ നിന്നും മാസവരിയായും സംഭാവനയായും കണ്ടെത്തണമെന്ന് അഭിപ്രായം ഉയരുകയും ഇപ്പോഴത്തെ സാമ്പത്തിക പരാധീനത കണക്കിലെടുത്ത് കണ്ണൻകുഴി ഫാമിലി ഓർഗനൈസേഷൻ എന്ന ബാനറിൽ
നിലവിലെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഉത്തരവാദിത്വത്തിലും തുക സമാഹരിക്കാൻ തീരുമാനിച്ചു. ഇതിനു പുറമെ സംഭാവന ഇനത്തിൽ അംഗങ്ങൾക്കോ കുടുംബങ്ങൾക്കോ അവർക്ക് താല്പര്യമുള്ള തുകകൾ നൽകാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ തുകകൾ ഉത്തരവാദിത്വത്തോടെ ആധികാരിക രേഖയായി റെസീപ്റ്റ് നൽകി ശേഖരിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ സമാഹരിക്കുന്ന തുകകൾ ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്ത് സഹകരിക്കുന്ന കുടുംബങ്ങളുടെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ചെലവിടുന്നതിന് കമ്മിറ്റി ഉത്സാഹം പ്രകടിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച രജിസ്ട്രേഷൻ ഫോറം ഇവിടെ ലഭ്യമാണ്. 100 രൂപയെങ്കിലും ഒരു കുടുംബം മാസവരി നൽകി ഇതിൽ അംഗമാകാവുന്നതാണ്. ഓരോ കുടുംബങ്ങളുടെയും കഴിവും ധനസ്ഥിതിയും അനുസരിച്ച് 100, 200, 500, 1000 എന്നിങ്ങനെയുള്ള തുകയോ അതിലധികമോ അതാത് മാസങ്ങളിലോ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണയായോ മാസവരി, സംഭാവന എന്നീ നിലകളിൽ നൽകി പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. എല്ലാ മാസത്തിന്റെയും രണ്ടാമത്തെ ശനിയാഴ്ചയ്ക്ക് മുന്നുള്ള ദിവസങ്ങളിൽ, രണ്ടാമത്തെ ശനിയാഴ്ചയോ അതിനു മുന്നിലുള്ള ദിവസങ്ങളിലോ ബന്ധപ്പെട്ടവർ കുടുംബാംഗങ്ങളെ മുൻകൂട്ടി അറിയിച്ച് തുകകൾ ശേഖരിക്കുന്നതാണ്. രണ്ടാം കുടുംബസംഗമം. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണല്ലോ ചൊല്ല്. ഒന്നാം കുടുംബസംഗമത്തിന്റെ വിജയകരമായ നടത്തിപ്പിനെ തുടർന്ന് എല്ലാ വർഷവും ദീപാവലി ദിനത്തിൽ തന്നെ കുടുംബസംഗമം സംഘടിപ്പിക്കണമെന്ന് ഭൂരിപക്ഷ അഭിപ്രായം ഉയർന്നതിനെ തുടർന്ന് 2015 നവംബർ 10 ദീപാവലി ദിനം ഇന്ന് അത് തിരഞ്ഞെടുക്കുകയും ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് അത് ഇന്നേ ദിവസം ഇവിടെ നടക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷം നടന്ന ഓഡിറ്റോറിയത്തിലെ പരിമിതികളിൽ സിറ്റിയിലെ കനത്ത വാടകയുമാണ് ഇവിടെ വെച്ച് ഈ വർഷം ഈ പ്രോഗ്രാം നടത്താൻ നമ്മെ പ്രേരിപ്പിച്ചത്. കൂടാതെ കുടുംബാംഗങ്ങളിൽ ചിലർ സമീപത്ത് വസിക്കുന്നത് കൊണ്ട് നിരവധി സഹായ സഹകരണങ്ങൾ വിവിധ നിലകളിൽ ലഭ്യമാകുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ സ്ഥലം തന്നെ ഈ വർഷം തിരഞ്ഞെടുത്തത്. ഇന്നേ ദിവസം നടക്കുന്ന പരിപാടി കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുക. കടന്നു വരുന്ന കുടുംബങ്ങളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ പ്രധാനമായ ഒരു വിഭവം. അതിന്റെ സമയത്ത് ഓരോ കുടുംബാംഗങ്ങളെയും വിളിക്കുന്ന സമയത്ത് മുന്നോട്ട് കടന്നു വരികയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. 2, കുട്ടികളെ അനുമോദിക്കുക. കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും വിഭിന്നമായി കുടുംബത്തിലെ പുതുതലമുറയെ അനുമോദിക്കാനുള്ള പരിപാടി ഇന്ന് നടക്കുകയാണ്. പുതുതലമുറയാണ് നാളെ ഈ പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിക്കാൻ ഉള്ളവർ. വിദ്യാർത്ഥികളായിരിക്കുന്ന എല്ലാവർക്കും ചെറിയ മിമന്റോ നൽകി അവരെ അനുമോദിക്കുന്നു. കൂടാതെ പതിവ് പോലെ ഉച്ചഭക്ഷണം, ഗ്രൂപ്പ് ഫോട്ടോ, വിവിധ കലാപരിപാടികൾ എന്നിവയെ നടത്തുന്നുണ്ട്. ഈ എല്ലാ പ്രോഗ്രാമുകളിലും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുന്നു, തുടർന്ന് പ്രതീക്ഷിക്കുന്നു. ട്രസ്റ്റ് രജിസ്ട്രേഷന്റെയും കുടുംബസംഗമത്തിന്റെയും ചെലവുകൾക്കായി ഏകദേശം 1.5 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ സാമ്പത്തികമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സംരംഭം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കുകയുള്ളൂ. അതിനാൽ നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായം നൽകി ഈ സംരംഭത്തിന് ജീവനും ചൈതന്യവും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ നൽകുന്ന തുകകൾക്ക് ആധികാരികമായ റെസിപ്റ്റ് ഉടൻ തന്നെ നൽകുന്നതുമാണ്. കുടുംബ അനുഗ്രഹ പ്രാർത്ഥന. കുടുംബങ്ങളുടെ ഐശ്വര്യത്തിനും തലമുറകളുടെ അനുഗ്രഹത്തിനുമായി ഒരു കുടുംബ പ്രാർത്ഥന എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് ഏതെങ്കിലും ഒരു ഭവനത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചു. ഇത് കുടുംബ ബന്ധങ്ങളുടെ ഐക്യത്തിനും ദൃഢതയ്ക്കും ഉറപ്പ് നൽകുന്നതിൽ സംശയമില്ല. ഇതിന്റെ തുടക്കമെന്നോണം രക്ഷാധികാരി ശ്രീ ധർമ്മദാസിന്റെ ഭവനത്തിൽ പാസ്റ്റർ ലിയറിന്റെ നേതൃത്വത്തിൽ ആദ്യ അനുഗ്രഹ കുടുംബ പ്രാർത്ഥന വിജയകരമായി നടന്നു. തുടർന്ന്
ശ്രീ മനോജ് മണിമേട പുന്നമോട് എന്ന കുടുംബത്തിൽ വെച്ച് പ്രാർത്ഥന നടന്നു. ഇതിൽ അതാത് മാസങ്ങളിൽ ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിലും ഇപ്രകാരം ഒരു അനുഗ്രഹ പ്രാർത്ഥന നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ദയവായി അത് അറിയിക്കുകയും സഹകരിക്കുകയും ചെയ്യാവുന്നതാണ്. നമ്മുടെ പൂർവ്വപിതാക്കളായ സഖറിയ സഹീറ ദമ്പതികളുടെ കാൽപാത പിന്തുടർന്ന് അവരുടെ നല്ല ചെയ്തികളെ മാതൃകയാക്കി നല്ല ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി ബിജുചേട്ടാ. കണ്ണകുഴി കുടുംബത്തിന്റെ ശോഭനമായ ഭാവിക്ക് പുതുരക്തങ്ങളെ സജ്ജമാക്കേണ്ടത് അനിവാര്യമാണ്. ഈ കൂട്ടായ്മ അവർക്കായി സമർപ്പിതവുമാണ്. പുതുരക്തങ്ങളെ കുടുംബ സംഗമത്തിന്റെ ഭാഗമായി അനുമോദിക്കുക എന്ന ദൗത്യത്തിനായി ശ്രീ റെനി പിയേഴ്സനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. പേര് വിളിക്കും, അതനുസരിച്ച് പിള്ളേർ പേര് വിളിക്കും. ആകാശ് ജയരാജ്, ആഷിഖ് ജയരാജ്, അവരുടെ പാരൻസ് ജയരാജ് ആൻഡ് സജിത. അടുത്തത് ഏഞ്ചല അലൻ, പാരൻസ് റീജ പിയേഴ്സൺ, അലൻ ജോസഫ്. ഏബൽ ജോസഫ്, ഇതൊരു കൈയടി. നിവേദ മനോജ്, പാരൻസ് മനോജ് ആൻഡ് പ്രിയ. ജോയൽ വർഗീസ്, എഡ്വിൻ സാം ആൻഡ് റീന സാം. അനന്യ എ, പാരൻസ് അശോക് കുമാർ, അനിത പി. അടുത്തത് അബി എ എസ്, സിനോയ് ആശ, ഇവരുടെ ഒപ്പമാണ് അബി എ എസും ബിബി എ എസും. റേച്ചൽ ജെയിംസ് ആൻഡ് അപ്പു. അടുത്തത് ജുലീഷ റവി, എൻ്റെ മോളാണ്, എൻ്റെ മോൾ. ആൻഡ് ഡാനിയൽ, ഏഞ്ചൽ ഡാനിയൽ ഒലിമ്പി. ടിയ വിൽസൺ, ബിനോയ് ആൻഡ് ദീപ. ടിയ വിൽസൺ. ഷൈനി, ഷീഖ് ആൻഡ് അജിതേവ. അല സന്തോഷ് കുമാർ, സ്വപ്ന. ഷിജൻ ജി എസ്, ജയൻ ശർമ്മ. ബിദ്ല ബിനോയ്. അനു ജയരാജ്. ദേവനന്ദ.
ബിനോമൽ, അതുല്യ, ജിജോ, തലമുറകളെ അനുഗ്രഹിക്കാൻ വേണ്ടി തലമുറകൾ നമുക്കൊരു അനുഗ്രഹമാണ്. അവരനുഗ്രഹിക്കപ്പെടുവാൻ അവർ പഠിത്തത്തിൽ അനുഗ്രഹിക്കുവാൻ എല്ലാത്തിനും മുതലായിട്ട് അവർ ദൈവ പൈതങ്ങളായി, ദൈവത്തെ അനുസരിക്കുന്ന പൈതലായി, ദൈവത്തെ ഭയക്കുന്ന പൈതലായി ഇവിടെ വചനം പറയുന്നു. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നാം ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കണം. അതുകൊണ്ട് അതിനുവേണ്ട ദൈവകൃപ അവർ കൊടുക്കണം. ദൈവത്തിന്റെ അത്യന്ത ശക്തി പകൽക്കാലം വൈദങ്ങളിൽ വ്യാപരിക്കുവാൻ, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കുവാൻ, നല്ല അറിവ് കൊടുക്കുവാൻ, ദൈവ പരിജ്ഞാനത്തിൽ വളർന്നു വരുവാൻ, മാതാപിതാക്കൾ അനുസരിക്കുന്ന വൈദ്യരായി, ദൈവത്തെ വഹിക്കുന്ന വൈദ്യരായി തീരുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എണീക്കുന്നത് കൈനീട്ടി പൈതങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എണീക്കുന്നത്. ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ ഈ നല്ല സമയോട് പ്രദാനം ചെയ്ത കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലായതുകൊണ്ട് ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സമയം അവിടുന്ന് ഞങ്ങൾ വേർതിരിച്ച് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഈ പൈതങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പൈതങ്ങളെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവകരങ്ങൾ, ആണിപ്പഴുതേറ്റ കരങ്ങളിൽ, വിടുതലിന്റെ കരങ്ങളിൽ, അത്ഭുതം പ്രവർത്തിക്കുന്ന കരങ്ങളിൽ, സൗഖ്യമുള്ള കരങ്ങളിൽ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഈ പൈതങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധി കൊടുക്കണമേ, ജ്ഞാനം കൊടുക്കണമേ, അറിവ് കൊടുക്കണേ. എല്ലാത്തിനും മേലായി ദൈവീയ പരിജ്ഞാനം മാതാപിതാക്കൾ അനുസരിക്കുന്ന പൈതലായി തീരുവാൻ ഞങ്ങൾ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പൈതങ്ങളെ എല്ലാവരെയും പേരായി ആളാം പ്രതി വ്യക്തിപരമായി ദൈവകരങ്ങളെ പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. പഠിക്കുവാൻ പഠിച്ച് നല്ല ബുദ്ധിയിലും ജ്ഞാനത്തിലും സലോമൻ ജ്ഞാനി കേട്ടതുപോലെ പറഞ്ഞു പോലെ കർത്താവേ ജ്ഞാനമൊന്നും മാത്രം മതി. ആ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് പഠിത്തത്തിൽ മുന്നേറി വരുവാൻ മാതാപിതാക്കൾ അനുസരിക്കുന്ന പൈതലായി, മാതാപിതാക്കളെ ഭയത്തോടെ വിറയോടെ ദൈവത്തെ അനുസരിക്കുന്ന പൈതലായി തീരുവാൻ ഇന്ന് വാൽക്കാലം ഞങ്ങൾ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാ